മലമ്പുഴയിലേക്കുള്ള എളുപ്പവഴി മാത്രമല്ല, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറെ മനോഹര കാഴ്ചകളും ഈ വഴി യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും. വെള്ളച്ചാട്ടങ്ങളും പുഴകളും ഒക്കെ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഒരു കനാൽ പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കനാൽ പാലത്തിന് താഴെ കൂടി ഒരു വലിയ തോട് ഒഴുകുന്നുണ്ട്. ഈ കാണുന്നതാണ് കനാൽ പാലത്തിന് താഴെയുള്ള തോട്. കുറച്ചു മുമ്പ് കണ്ട കനാൽ പാലവും വെള്ളം നിറഞ്ഞൊഴുകുന്ന പുഴയിൽ ധോണിയിലാണ്. ഈ റോഡിന്റെ സൈഡിൽ വലിയ വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അതേപോലെ ലെഫ്റ്റ് സൈഡ് ഒരു കനാലുണ്ട്. ഈ റോഡ് നേരെ പോകുന്നത് ധോണി ജംഗ്ഷനിലേക്കാണ്. മഴക്കാലങ്ങളിൽ ഈ വഴിക്കുള്ള യാത്ര വളരെ മനോഹരമാണ്. എവിടെ നോക്കിയാലും പച്ച നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി. ആ ദൂരെ കാണുന്ന വെള്ളച്ചാൽ ധോണി മലകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വെള്ളമാണ്. ഇപ്പുറത്ത് കാണുന്ന പാട് പണ്ടെങ്ങോ അതിലൂടെ വലിയ രീതിയിൽ വെള്ളം ഒഴുകിയിറങ്ങിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു അവശേഷിപ്പാണ്. പണ്ട് നെൽകൃഷി ചെയ്തിരുന്ന ഇവിടുത്തെ വയലുകളിൽ ഇപ്പോൾ കൂർക്ക കൃഷിയാണ്. 3 മാസം കൊണ്ട് കൂർക്ക വിളവെടുക്കാൻ പറ്റും. മാത്രമല്ല നല്ല വിലയും കിട്ടും. അതുകൊണ്ട് എല്ലാവരും കൃഷി ഒഴിവാക്കി മറ്റ് കൃഷികളാണ് ഇപ്പോൾ പരീക്ഷിച്ചു വരുന്നത്. കൂർക്ക നടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ചെറിയ ചെറിയ തലകളാണ് പാത്തിമടിയിൽ നടും. അതേപോലെ അപ്പുറത്ത് കൂർക്ക കൃഷി ചെയ്യാനുള്ള സ്ഥലം ഒരുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ധോണിയിലെ മലകളിൽ മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന നീർച്ചാലുകൾ ഒഴുകിയിറങ്ങുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ നീർച്ചാൽ നമ്മൾ കുറച്ചു മുമ്പ് കുറെ ദൂരത്ത് നിന്നായിരുന്നു കണ്ടത്. ഇപ്പോൾ ഞങ്ങൾ അതിന്റെ അടുത്താണുള്ളത്. ഈ പാടും കുറച്ചു മുമ്പ് നമ്മൾ കുറെ ദൂരത്തുനിന്ന് കാണുന്നുണ്ടായി. പോയി ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി നേരെ മലമ്പുഴയിലേക്ക്. അവിടെ ഇപ്പോൾ വെള്ളച്ചാട്ടങ്ങളുണ്ട്. കൂടാതെ മലമ്പുഴ നിറഞ്ഞു കിടക്കുകയാണ്. അതെല്ലാം ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.